അയ്യോ എന്നെ പാമ്പ് കൊത്താൻ വരണേ. അയ്യോ ആ കോഴിക്കോട് ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഒരാളും ആ പരിസരത്തേക്ക് പോകുന്നില്ല. ഓ എനിക്ക് തണ്ടൽ വേദന ആയതുകൊണ്ടല്ലേ. ആ ബിച്ചുവിനോട് പറ, അവൻ എവിടെ? എന്താ മണിക്കുട്ടി കരയുന്നേ? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്ക് പാലൊന്നും തരുന്നില്ലേ നിന്റെ അമ്മ? അതെങ്ങനെയാ പാല് മുഴുവൻ കാതർക്കല്ലേ കൊണ്ടുപോകുന്നേ? അല്ല നമ്മളെന്നെ കുറ്റം പറയാണ്ട്. മോനെ ബിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ കാതർക്ക് വന്നോ? നിങ്ങളൊരു ദുഷ്ടനാ. ഈ മണിക്കുട്ടിക്കുള്ള പാലൊക്കെ നിങ്ങളല്ലേ? അത് പിന്നെ മോനെ ഗോപ, ഇതെന്താണ് കക്കണത്? ഓ ചുമ്മാ കിടന്നതാണോ? അതല്ലേ നീ കഴിഞ്ഞാണ് കൊണ്ടുപോയ പാലിന്റെ കാശ് തന്നില്ലല്ലോ. ചെക്കൻ നമ്മൾ ചന്നുളച്ച് പെടങ്ങിയവന്റെ മോനെ ബിച്ചു ബിച്ചിട്ട് പോയി മൊട്ടിന്റെ നോക്ക് കൂട്ടി നമ്മളെ കടയിൽ മൊട്ട തീർന്നിരിക്കും. പിന്നെ എനിക്കൊന്നും വയ്യ, എന്നിട്ട് വേണം കോഴിയുടെ കൊത്തുള്ള. നീ ഇങ്ങനെ മടി പിടിക്കാതെ പോയി നോക്കടാ. ഓ ഇപ്പൊ തന്നെ വീണാനെ. ഇതെന്തൊരു കഷ്ടോ. ഇവിടെ എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കണം. കോഴിക്കൂട്ടി കൈയിടാനും ചാണകം പാരാനും പാല് കൊണ്ട് കൊടുക്കാനും എല്ലാത്തിനും ഞാൻ. എന്നോട് നമ്മൾ പറഞ്ഞല്ലേ നമ്മളുടെ കടയിൽ വന്ന് നിന്നോലെ ജീപ്രകാരന് അടിമപ്പണിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? അതൊക്കെ ശരി തന്നെ. പക്ഷെ മാമന്റെ വീടല്ലേ, ഒന്ന് സഹായിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഞാനിവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നേ. പക്ഷെ ഇവർക്ക് എന്നെ ഒരു വരിയില്ല. ഇവിടെ എല്ലാ പണിയും എന്നെ കൊണ്ട് തന്നെ ഇടിപ്പിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു മുട്ട എടുത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ വേണം. എവിടെ മുട്ട കാണുന്നില്ലല്ലോ. എന്താ ഒരു സൗണ്ട്? ഇതെവിടെന്നാ? നീ നിന്ന് തിരിഞ്ഞു കളിക്കാണ്ട് മുട്ട ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുമോനെ. അവൻ പൊക്കോട്ടെ, കതറിന് തിരക്കുണ്ടാവും. ആ നോക്കല്ലേ, ഇത് മുട്ടയോ? ഈ മുട്ട എവിടെ? ഇതെന്താ ഇത്? റബ്ബറോ? അയ്യോ 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 ബാബു, അയ്യോ ബാബു, ബാബാ അയ്യോ ബാബു. അയ്യോ മോനെ, അയ്യോ എന്താ പാമ്പോ മോനെ, സൂക്ഷിക്ക്. അയ്യോ പാമ്പ്, അയ്യോ അച്ഛന്റെ പാമ്പ്, അച്ഛൻ കൊച്ചിക്ക് പാമ്പ്. അയ്യോ അയ്യോ പാമ്പ് കൊത്താൻ വരുന്നേ. അയ്യോ അയ്യോ ഇതെന്താ എന്റെ പുറകെ വരുന്നേ? അയ്യോ ഓ ഓ പാമ്പേ, ഓ പാമ്പേ, ഓ ഇതെന്താ എന്റെ പുറകെ തന്നെ വരുന്നേ? എടാ സുഗുണ, എന്നെ ഒന്ന് രക്ഷിക്കണ. അയ്യോ പാമ്പ് കൊത്താൻ വരുന്നേ. എടാ നിച്ചത് കിടന്നീ അതിനെ കൊണ്ട് കിടപ്പ് വേണത്. നിക്ക് പാമ്പേ, ഞാൻ ഇന്ന് വലിച്ചു നോക്കട്ടെ. ഇവിടെ വാ, നീ ഓടാതെ ഇങ്ങനെ വാ പാമ്പേ. എല്ലാരും മാറിക്കോ, ഞാനിതിനെ വലിച്ചു കൊണ്ടുപോവാ. അയ്യോ എല്ലാരും മാറിക്കോ, ചേട്ടാ മാറിക്കോ, ഏറെ കൊട്ടാൻ വരുന്നുണ്ട്. അയ്യോ അതൊന്നും തിരില് കൊട്ട തോടിക്കോ. മോനെ വെച്ചു ഓടിക്കോ, പാമ്പ് നിന്റെ പുറകെ തന്നെ വരുന്നേ. എന്റെ പുറകെയോ? എന്തിനാടാ സൂട അതിന് ഓടിച്ച് എന്റെ അടുത്തേക്ക് എന്നെ വിട്ടത്? വരുന്നത്. അയ്യോ എടാ വേഗം ഓടിക്കോടാ, അത് സത്യം, നീ സത്തു പോടാ. നീ അവിടെ മിണ്ടാതെ നിന്നോ. അയ്യോ എന്റെ പാമ്പ് കൊത്താൻ വരുന്നേ. അയ്യോ രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കൂ. അയ്യോ 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 അച്ഛാ, നീ പാമ്പ് പിടിച്ചിട്ട് ചുറ്റി വരിയുന്നു. അയ്യോ അയ്യോ എന്റെ കൊച്ചിനെ പാമ്പ് ചുറ്റുന്നേ. അയ്യോ എന്ന് രക്ഷിക്കും മനുഷ്യ. അയ്യോ അയ്യോ മോനെ, മോനെ അങ്ങനെ കിടക്ക്, ഏനങ്ങാടെ കിടക്ക്. അതൊന്ന് വലം വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വേഗം പൊക്കോളും. അങ്ങനെ തന്നെ നിന്നോ. മാമാ എന്നെ കൊലക്ക് കൊടുക്കാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കും മാമാ. ഇതെന്നെ ചുറ്റി മുറുക്കുന്നു. എടാ സൂണ, പടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒരു വടി എടുത്തോണ്ട് വാ. നമുക്ക് ഈ പാമ്പിനെ തല്ലിക്കൊല്ലാം. ഇച്ചുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പാവം. ശരി മുതലാളി. അങ്ങനെയല്ല, ഇങ്ങനെ തല്ലി മോളിൽ കൂടെ തല്ലി അവന്റെ കാലമ്മ തല്ലാണ്ട് പാമ്പിന് തല്ലി മുതലാളി. അയ്യോ ഈ പാമ്പ് എന്നെ കൊണ്ട് ചുറ്റി പിഴയുന്നേ. എന്റെ ഭാര്യയെല്ലാം കൊടുക്കുന്ന തോന്നുന്നത്. വേഗം എന്നെ രക്ഷിക്കും മാമ. അയ്യോ എടാ സുഗുണ, നീയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. അയ്യോ ഇതെന്നെ പൊക്കിയെറിയുന്നേ. ഞാനിപ്പോ ചാകേ. അയ്യോ മാമ, അയ്യോ ആദ്യം എന്നെ രക്ഷിക്ക്. അയ്യോ എന്നെ കൊരക്ക്. കൊരക്കിന് എന്ത് പറ്റിയടാ? വേഗം പറ. ഓഞ്ഞി തൊല്ലോഞ്ഞ് മിണ്ടാൻ പറ്റില്ല. വേഗം പാമ്പിനെ തല്ലിക്കൊണ്ടോന്ന് രക്ഷിക്കുന്നേ. മുതലാളി വിറ്റ് സത്വമായിരുന്നു തോന്നണം. മിണ്ടായിക്കടെ ഹാമിക്കേ. ഗോപ ഇത് വേഗം കുറച്ച് മണ്ണെടുത്തിട്ട് നമുക്ക് ഈ പാമ്പിനെ തീ വെച്ച് കൊല്ലാം. എടാ മണ്ടൻ കാതറേ, അങ്ങനെ ചെയ്താ എന്റെ ചെക്കൻ ചത്തുപോകൂലേ. നമുക്ക് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലാം. ഈ ബായടിച്ച് ബെർക്കിനിരുത്തി ഓന്റെ മേത്തോണ്ട് ഓൻ ചത്തുപോലേ. ഓൻ ചത്തിട്ടില്ല ഇപ്പൊ. അങ്ങോട്ട് മാറിയേ. ആള് കൂടി പാമ്പ് ചാവില്ലെന്ന് പറഞ്ഞ ശരിയാ. ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇളക്കി ഒഴിക്കാം, പാമ്പൊക്കെ പൊക്കോളും. അതൊന്നും വേണ്ട, ഞാനിപ്പോ തല്ലി പറഞ്ഞയച്ചതാ പാമ്പിനെ. വെച്ചു നീ ആ കാലൊന്ന് മാറ്റി വെച്ചേ. അയ്യോ ബാബ എന്നെ തല്ലല്ലേ. ഓ നിന്റെ തൊണ്ടയൊക്കെ ലൂസായല്ലോ. പാമ്പ് ഇപ്പൊ വിടുന്നുണ്ടെന്ന് തോന്നുന്നേ. അയ്യോ തൊണ്ട ലൂസായതല്ല, പാമ്പിനെ കടിച്ചതാ. ഓ ശരി ശരി, നീ അവിടെ ഇറങ്ങാതെ ഇറക്ക്, ഞാൻ അതിനെ തല്ലി ഓടിക്കാം. അതൊന്നും വേണ്ട മാമ. മാമ വെളുത്തുള്ളി ഇടിച്ചാൽ മതി, പാമ്പ് പൊക്കോളും. ആ ദേ പാമ്പ് ഉണ്ട് മോനെ, അങ്ങനെ തന്നെ ഇറക്ക്. ഓ അയ്യോ അരി മിന്നല്ലേ.
നമ്മൾ ജയിക്കൂല. മാറി മാറി പോ പോ. അയ്യോ ഉണ്ടല്ലേ മോനെ, ഉണ്ടല്ലേ, ആരും ഉണ്ടല്ലേ. ആ പാമ്പ് പോകുന്നുണ്ട്. ഇതെന്തിനാ എന്റെ നേർക്ക് വന്ന് നിൽക്കുന്നേ? മണിക്കുട്ടി ഓടി രക്ഷോട്ടോ. അയ്യോ എന്താ വേണ്ടത്? പാലാണെങ്കി ഇവിടെ ഇല്ല, കാതർക്കാടെ കടയില. വേണമെങ്കിൽ ഒരു കോഴിമുട്ട തരാം. എന്നെ കൊത്തി കൊല്ലരുത് പാമ്പേ. അയ്യോ നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. മുട്ട കൊടുത്താ പിന്നെയും പിന്നെയും വരും, നാളെയും വരും. ഇവിടെ എവിടെ നിന്ന് ഇഷ്ടപ്പെടുത്തി മുട്ട ഇല്ലാന്ന് പറ, പാമ്പ് പോട്ടെ. മുട്ടില്ല. മാമ പറഞ്ഞത് ശരിയാ. പോകുന്നു. ഇപ്പഴാ ജീവൻ നേരെ വീണത്. എന്ത് വലിയ പാമ്പാ ഇത്! എവിടെന്നാ മാമ ഇത്രയും വലിയ പാമ്പൊക്കെ വരുന്നത്? അതിന്റെ നീളം കണ്ടില്ലേ? എന്തൊരു നീളം! ശരിയാ, ഇത് അനാക്കൊണ്ടയുടെ കുഞ്ഞാണെന്നാ തോന്നുന്നേ. ഇപ്പൊ ഏതാനാക്കൊണ്ടൊരു കുഞ്ഞൊന്നും നമ്മൾ നാട്ടിൽ വരൂല. ഇത് മലം പാമ്പ്. അനാക്കൊണ്ട ആയാലും മലമ്പാമ്പ് ആയാലും എന്റെ കഴുത്തിന് നല്ല വേദനയുണ്ട് മാമ. പിന്നെ വേദനയില്ലാണ്ടിരിക്കോ? കഴുത്തിൽ ചുറ്റിപ്പിടിച്ചല്ലേ കിടന്നിരുന്നേ ആ മലമ്പാമ്പ്. എന്നാലും നിങ്ങളൊക്കെ നല്ല ആൾക്കാരാ. ആ മലമ്പാമ്പ് എന്നെ കൊല്ലാതെ ഉപേക്ഷിച്ച് പോയതോട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ ജീവൻ പോയാനെ. ആന്റിയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നല്ലേ, എന്തിനാ ഇത് പൊക്കി പിടിച്ചോണ്ട് നിക്കുന്നേ? എന്നെ ആർക്കും ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ പാമ്പിന് തിന്നാൻ നോക്കൂ. അത് പിന്നെ മോനെ, നിനക്കൊന്നും പറ്റാതെ വേണ്ടേ? പാമ്പിനൊന്നും പറ്റാതെ വേണ്ടേ? ഇവിടക്കൊന്നും പറ്റാണ്ടേ? എല്ലാരും സുഗുണ. മുതലാളി വെറുതെ പറ്റിക്കാൻ നോക്കാനാ. നിന്നെ കൊല്ലാൻ വേണ്ടിട്ട് എന്നെ പാമ്പിനെ കൊടുത്തത്. ഇവനെ കൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ മോനെ ബിച്ചു. ഞാൻ പറഞ്ഞതാ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാന്ന്. അപ്പൊ ഈ കള്ള കാതറ പറഞ്ഞത് മണ്ണെണ്ണ ഒഴിച്ചാ പാമ്പ് പോയില്ല. അത് ബിച്ചു വിലും പറഞ്ഞു വെളുത്തുള്ളി അലക്കി വെച്ചാൽ മതി. മതി നിങ്ങളുടെ ഒക്കെ ഒരു ബുദ്ധി. മോനെ ബിച്ചു, നീ എന്താ ഇവിടെ പാമ്പിനെ കൊല്ലാൻ ബുദ്ധിയുള്ള ആരുമില്ല. ഞമ്മള് പറഞ്ഞതാ മോനെ, പക്ഷെ ഇവര് കേക്കണ്ടേ? നീ ഒരൊറ്റ ആളാ കൊട്ട എടുക്കാൻ വേണ്ടിട്ട് ആ കൊട്ടയിൽ കൈയിടിപ്പിച്ചത്. അതെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആന്റി, എനിക്ക് പേടിയാണ്. കോഴി ഒത്തുന്നോലെ എനിക്ക് പേടിയാ. കോട്ടയിടാ, നിന്റെ വിഷമം മാറാൻ ആന്റി ഒരു സാധനം ഉണ്ടാക്കി തരാം, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നീ എന്താ കാതറ നോക്കുന്നേ? ഇനി ഇവിടുന്ന് മുട്ടയില്ല പാലുമില്ല, നീ പോയാട്ടെ. അത് ശരി, ഇപ്പൊ ഞമ്മലായ കുറ്റക്കാരെ. മോനെ ബിച്ചു, ഈ സൂക്ഷിച്ചോട്ടാ. അന്റെ മാമനും മാന്റി എല്ലാരും കണക്കാ. നീ നേരെ വന്നിരുന്നു, അല്ലെങ്കിൽ പാല മുതല് വന്ന് ഇന്ന് തിന്നു. നമ്മള് പോട്ടെ. പിന്നെ ഈ സൂര്യൻ, ഇവനാണ് ഇവന്റെ ഏറ്റവും വലിയ കല്ലൻ. നീ ശ്രദ്ധിച്ചിരുന്നോ? നിനക്ക് ഒരു ദിവസം ഞാൻ കൊട്ടി തരുന്നുണ്ട്. ഇങ്ങനെ നട്ടാ കൊടുക്കാത്ത കള്ളം പറയില്ലേ കാതർക്ക്. നമ്മള് പറയും ഇത് കള്ളനാണ്, ഇന്റെ മോലായി ഗോപനും കള്ളനാണ്. അതിന്റെ അവൻ കാതർക്ക വിഷമിച്ചാ പോയേക്കുന്നേ. പിന്നെ അവൻ എന്താ വിഷമം? ഇവിടുന്ന് കിട്ടുന്ന മുട്ട ഇരട്ടി വിലക്കല്ലേ കൊണ്ടുപോയി വിറ്റിരുന്നത്. ഇനി അവന് മുട്ടയും കൊടുക്കട്ടെ പാലും കൊടുക്കട്ടെ, അവൻ അനുഭവിക്കട്ടെ. എന്നിട്ട് നമ്മളെ കള്ളെന്നും പറഞ്ഞ് പോയേക്കുവാ. ഇതെന്താടി ഈ കുറുക്കുന്നേ? ഇത് ആന്റിയുടെ സ്പെഷ്യൽ റെസിപ്പിയാ, ഹൽവ റെസിപ്പി. ബിച്ചുവിന് വേണ്ടി, അവന്റെ വിഷമം മാറി. ഹൽവയോ? എനിക്കിഷ്ട ഹൽവ. അമ്മ ഹൽവ ഉണ്ടാക്കിയോ? എനിക്ക് വേണം. ഞാൻ എത്ര നാളായി പറയുന്നു. ഞാൻ ബിച്ചുവിന് വേണ്ടിയാ ഹൽവ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഉള്ളതുണ്ട്, എല്ലാവർക്കും തരാം കേട്ടോ. നല്ല മണം വരുന്നു, നല്ല ടേസ്റ്റ് ആയിരിക്കല്ലേ ആന്റി? ഇങ്ങത്താ. അതെ ഇത് ആന്റിയുടെ സ്പെഷ്യൽ റെസിപ്പിയാ. നീ നടന്ന് ഈ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും എല്ലാരും വന്നിരിക്കും. നീ മാമാളൂ, എല്ലാരും വന്ന് ടേബിളിൽ ഇരിക്കും. ഞാൻ ഇപ്പൊ എടുക്കാലു. വാ മനുഷ്യ, നിങ്ങളും വാ. ഇന്ന് പാമ്പ് വന്നത് നന്നായി, അതുകൊണ്ട് ആന്റി അലുവ ഉണ്ടാക്കിയല്ലോ. ഇങ്ങത്താ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ പിടിച്ച നല്ല സോഫ്റ്റ് അലുവ. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇത് പൊളിക്കും. ഇങ്ങത്താ ആന്റി. നീ ഒന്ന് അടങ്ങടാ, ഇത് മുറിക്കല്ലേ. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. ഇങ്ങത്താ, വെള്ളം പരുന്നു. കൊള്ളാടി, നല്ല സൂപ്പർ അലുവ. റൂബിക്ക് കൊടുക്ക്. നാളെ ഉണ്ടാക്കും ആന്റി അലുവ. അതങ്ങ് ആലുവയിൽ പോയി പറഞ്ഞാ മതി.